നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് തുളുനാടൻ ദൈവങ്ങളായ പഞ്ചുരുളിയെയും ഗുളികയെയും കുറിച്ചാണ്. ആരാണ് പഞ്ചുരുളിയും ഗുളികയും? എന്താണ് തുളുനാടൻ ദൈവങ്ങളുടെ പ്രത്യേകത? ഇവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ദൈവാരാധനയുടെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്ന കാന്താര എന്ന സിനിമ വന്നതിന് ശേഷം തുളുനാടിനെ കുറിച്ചും പഞ്ചുരുളി, ഗുളിക പോലെയുള്ള ഭൂതകോലങ്ങൾ അഥവാ ദൈവകോലങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ ഒരു അവസരം കൂടി വന്നു ചേരുകയാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകാരന്റെ ഭാവന മാത്രമല്ല പഞ്ചുരുളിയും ഗുളികയും ഒക്കെ, മറിച്ച് തുളുനാട്ടിൽ ഇന്നും നിലനിന്നു പോരുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗങ്ങൾ കൂടിയാണ് ഈ ദൈവകോലങ്ങൾ അഥവാ ഭൂതകോലങ്ങൾ. ഭൂതം എന്ന വാക്കിന് ദൈവം അഥവാ ആത്മാവ് എന്നാണ് തുളു ഭാഷയിൽ അർത്ഥമാക്കുന്നത്. അതായത് അമാനുഷിക ശക്തിയായി നിലകൊള്ളുന്നവ. കോല എന്നാൽ പ്രകടനം അഥവാ ഉത്സവം എന്നാണ് അർത്ഥം. പഞ്ചുരുളിയും ഗുളികയും പീലിച്ചാമുണ്ടിയും ഒക്കെ വാണരുളുന്ന പ്രദേശമായ തുളുനാടിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. കർണാടക സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളും ചന്ദ്രഗിരി നദി വരെയുള്ള കേരളത്തിലെ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ് തുളുനാട് എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ ഭാഷ, സംസ്കാരം, ആചാരങ്ങൾ എന്നിവ അതത് സംസ്ഥാനങ്ങളിലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ചരിത്രപരമായി വടക്ക് ഉത്തര കന്നഡയിലെ ഗംഗാവല്ലി നദിക്കും തെക്ക് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി നദിക്കും ഇടയിലായാണ് തുളുനാട് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ദക്ഷിണ കന്നഡ, ഉടുപ്പി, കാസർഗോഡ് ജില്ലയിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് തുളുനാട് എന്നറിയപ്പെടുന്നത്. ആലുപ രാജവംശമാണ് തുളുനാട് വളരെ കാലം ഭരിച്ചിരുന്നത്. കർണാടകയിലെ കദംബ രാജവംശത്തിന്റെ സാമന്തന്മാരായിരുന്നു ആലുപകൾ. ആലുപകൾക്ക് ശേഷം തുളുനാട് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി. തുളുനാട് എന്നറിയപ്പെടുന്ന കർണാടകത്തിന്റെ തീരദേശ ജില്ലകളിലും കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലും കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഭൂതകോലം അഥവാ ദൈവകോലം. ഭൂതനേമി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഭൂതകോല വടക്കേ മലബാർ ഭാഗങ്ങളിലെ തെയ്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. വളരെ പുരാതനമായ ഒരു ആചാരമാണിത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഭൂതക്കോല പോലെയുള്ള ആചാരത്തിന്റെ ഉത്ഭവം ഇന്നും അജ്ഞാതമാണ്. തുളുനാട്ടിൽ പ്രധാനമായും പ്രകൃതി ദൈവങ്ങളെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോരുന്നു. കെദശ, ഭൂതക്കോല, നാഗപഞ്ചമി എന്നിവയെല്ലാം ഇവിടുത്തെ ആചാരങ്ങളാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ അടയാളം കൂടിയാണ് ഇത്തരം ആചാരങ്ങൾ. ഭൂതാരാധന അഥവാ ദൈവാരാധന എന്നത് പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന ആചാരമാണ്. ഹൈന്ദവ പുരാണങ്ങളിലെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ പ്രതിനിധികളായും ഭൂതാരാധനയിലെ ഈ ദൈവങ്ങളെ കണക്കാക്കുന്നു. പഞ്ചുരുളിയും ഗുളികയും കൂടാതെ ബ്രഹ്മേരു, കോടമണിത്തായ, കൊറഗജ്ജ, കൽക്കുടയും കല്ലുട്ടിയും, കോട്ടിയും ചെന്നയ്യയും, കക്കിണ്ടയ, ജുമാതി, സരളജുമാതി, പഞ്ചജുമാതി, മഹിസന്തയ എന്നിങ്ങനെ പോകുന്നു തുളുനാടൻ പ്രാദേശിക ദൈവങ്ങൾ. ഇത്തരത്തിൽ ഏകദേശം 400ഓളം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. പന്നിയുടെ രൂപത്തിലുള്ള പഞ്ചുരുളി, കടുവ രൂപം പൂണ്ട പീലിഭൂത, ഗുലിക എന്നീ ദൈവങ്ങളെയാണ് കാന്താര സിനിമയിൽ എടുത്തു കാട്ടുന്നത്. പഞ്ചുരുളിയും ഗുളികയും പരമ്പരാഗത ആരാധനാ സമ്പ്രദായങ്ങളായ ഭൂതക്കോലയിലെയും തെയ്യത്തിലെയും രണ്ട് വ്യത്യസ്ത ദൈവങ്ങളാണ്. കൂടുതൽ ശാന്തനും സൗമ്യവുമായ പഞ്ചുരുളി കാടിന്റെയും പ്രകൃതിയുടെയും സംരക്ഷക ദൈവം കൂടിയാണ്. എപ്പോഴും ആക്രോശത്തോടെ കാണപ്പെടുന്ന ദൈവമാണ് ഗുളിക. തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ ഒരു അവസരം നൽകുന്ന ദൈവമാണ് പഞ്ചുരുളിയെങ്കിൽ തെറ്റിന് ഉടനടി ശിക്ഷ നൽകുന്ന ദൈവമാണ് ഗുളിക. പഞ്ചുരുളിയുടെ കഥ ശിവപാർവതിമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ പാർവതി ദേവി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മപ്പന്നിയിൽ നിന്നും വേർപെട്ടുപോയ ഒരു കുഞ്ഞു കാട്ടുപന്നിയെ കാണാനിടയായി. ആ പന്നിക്കുട്ടിയോട് വാത്സല്യം തോന്നിയ ജഗത്മാതാവായ പാർവതി ദേവി അതിനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓമനിച്ചു വളർത്തി. വളർന്നു വലുതായപ്പോൾ ആ പന്നി അക്രമാസക്തനാവുകയും കൈലാസത്തിലെ ഉദ്യാനം നശിപ്പിക്കാനും തുടങ്ങി. ഇത് കണ്ട മഹാദേവൻ കോപത്താൽ തൃശൂലം കൊണ്ട് ആ പന്നിയെ വധിക്കാൻ ഒരുങ്ങി. എന്നാൽ ഉടൻ തന്നെ പാർവതി ദേവി താൻ ഓമനിച്ചു വളർത്തിയ പന്നിയെ വധിക്കരുതേ എന്ന് മഹാദേവനോട് അപേക്ഷിച്ചു. പാർവതിയുടെ അപേക്ഷയിൽ മനസ്സലിഞ്ഞ ഭഗവാൻ ആ പന്നിയെ ശിവഭൂതഗണമായി ഉയർത്തി ഭൂമിയിലേക്ക് അയച്ചു.
ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷകനായിരിക്കണമെന്ന നിയോഗവും ഭഗവാൻ അതിന് നൽകി. അങ്ങനെയാണത്രേ വരാഹമുഖമുള്ള പഞ്ചുരുളി ദൈവം ഭൂമിയിൽ അവതരിച്ചതെന്നാണ് ഐതിഹ്യം. അന്നു മുതൽ പഞ്ചുരുളി തുളുനാടിന്റെ സംരക്ഷകനായി മാറി എന്നാണ് വിശ്വാസം. പഞ്ചുരുളിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കഥകളും നിലനിൽക്കുന്നുണ്ട്. വരാഹരൂപത്തിലുള്ള പഞ്ചുരുളി മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരവുമായി ബന്ധപ്പെട്ടതാണെന്നും സപ്തമാതൃദേവതയായ വാരാഹി ദേവിയുമായി ബന്ധപ്പെട്ടാണ് പഞ്ചുരുളിയുടെ അവതാരമെന്നും കഥകൾ പറയുന്നുണ്ട്. വരാഹമൂർത്തിക്കും വാരാഹി ദേവിക്കും പഞ്ചുരുളിക്കും വരാഹമുഖമാണെന്നതും ഇത്തരം വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കാമെന്ന് കരുതുന്നു. തുളു ഭാഷയിൽ പഞ്ചി എന്നാൽ പന്നി എന്നും ഉരുവം എന്നാൽ രൂപം എന്നുമാണ് അർത്ഥം. ദേവിയെ കാളി എന്ന അർത്ഥത്തിൽ പഞ്ചി ഉരുവ കാളിയാണ് പഞ്ചുരുളി എന്നായി മാറിയതെന്നും പറയപ്പെടുന്നു. മനുഷ്യരുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധം പുലർത്തുന്ന പഞ്ചുരുളി ആരാധനാമൂർത്തി എന്നതിനൊപ്പം സർവ്വജീവജാലങ്ങളുടെയും മണ്ണിന്റെയും സംരക്ഷക ദൈവമായി നിലകൊള്ളുന്നു. പഞ്ചുരുളിയോടൊപ്പം ആരാധിക്കുന്ന മറ്റൊരു ദൈവമാണ് ഗുളിക. ഒരിക്കൽ മഹാദേവൻ ഭസ്മമണിയുമ്പോൾ ഭസ്മത്തിൽ നിന്നും ലഭിച്ച കല്ലാണ് ഗുളികയായി മാറിയതെന്നാണ് വിശ്വാസം. മഹാദേവന് ലഭിച്ച കല്ല് ഭഗവാൻ ഗംഗാനദിയിൽ എറിയുകയും ആ കല്ല് ഗുളിക എന്ന ഭൂതഗണമായി മാറുകയും ചെയ്തുവത്രേ. മഹാദേവൻ ഗുളികയെ മഹാവിഷ്ണുവിനെ സേവനം ചെയ്യാനായി വൈകുണ്ഠത്തിലേക്ക് അയച്ചു. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ സേവിക്കുന്നതിനിടയിൽ ഗുളികയ്ക്ക് അതികഠിനമായ വിശപ്പുണ്ടായി. എന്തു കഴിച്ചിട്ടും ഗുളികയുടെ വിശപ്പ് മാറിയില്ല. വിശന്നു വലഞ്ഞ ഗുളിക പാൽക്കടൽ കോരിക്കുടിച്ചു. ഒപ്പം കടലിലെ മീനുകളെയും ഭക്ഷിച്ചു. ഇത് കണ്ട മഹാവിഷ്ണു ഭഗവാന്റെ ചെറുവിരലിൽ നിന്നും ഒരു തുള്ളി ദിവ്യരക്തം ഗുളികയ്ക്ക് നൽകി. അതോടെ ഗുളികയുടെ വിശപ്പ് മാറി. ഗുളിക ഭഗവാനോട് നന്ദി പറഞ്ഞു. വിശപ്പ് മാറിയ ഗുളികയെ മഹാവിഷ്ണു ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയുടെ കാവൽ ദൈവമായി ചുമതലയും ഏൽപ്പിച്ചു. ആവേശത്തോടെയും കോപത്തോടെയുമാണ് ഗുളിക ദൈവം സാധാരണയായി കാണപ്പെടുന്നത്. തെറ്റ് ചെയ്യുന്നവർക്ക് ഗുളികയിൽ നിന്നും ഒരു ദയയുമില്ലാതെ ശിക്ഷ ലഭിക്കുമെന്നാണ് തുളുവാസികളുടെ വിശ്വാസം. ഗുളിക ഭൂമിയിലെത്തിയ പ്രദേശത്ത് തന്നെയായിരുന്നു പഞ്ചുരുളിയും വാണിരുന്നത്. ഒരിക്കൽ പഞ്ചുരുളിയും ഗുളികയും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. യുദ്ധം നീണ്ടുപോകുന്നതിനിടെ സപ്തമാതൃക്കളായ 7 ദേവിമാർ പ്രത്യക്ഷപ്പെടുകയും യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് പഞ്ചുരുളിയും ഗുളികയും സൗഹൃദത്തിലാവുകയും രണ്ടുപേരും ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഗുളിക പഞ്ചുരുളിയുടെ ആരാധകനായി മാറി. ചില ക്ഷേത്രങ്ങളിൽ ഗുളികയെ നമുക്ക് ക്ഷേത്രപാലകനായും കാണാൻ സാധിക്കും. പഞ്ചുരുളിയും ഗുളികയും ഇന്നും നാടിനും മണ്ണിനും പ്രകൃതിക്കും മറ്റ് ജീവരാശികൾക്കും കാവൽ ദൈവങ്ങളായി തുടരുന്നു എന്നാണ് വിശ്വാസം. മിനുസപ്പെടുത്താത്ത കല്ലിന്റെ രൂപത്തിൽ തുറന്ന പ്രദേശത്ത് മരച്ചുവട്ടിലാണ് പുരാതന ഗുളിക ആരാധനകൾ നടന്നിരുന്നത്. ഓരോ സ്ഥലത്തെ ആത്മാവ് എന്ന അർത്ഥം വരുന്ന ശക്തികളുമായി ചേരുമ്പോൾ ഗുളികയുടെ പേരും അതിനനുസരിച്ച് മാറും. അതായത് രാജഗുളിക, രാഹുഗുളിക, മന്ത്രഗുളിക, മന്ത്രവാദി ഗുളിക, രക്തേശ്വരി ഗുളിക, മൂകാംബ ഗുളിക ഇങ്ങനെയാവും ഗുളികയുടെ നാമങ്ങൾ. പഞ്ചുരുളിക്കും ഇതുപോലെ പലവിധ നാമങ്ങളുണ്ട്. അന്നപ്പ പഞ്ചുരുളി, കുപ്പേട്ട് പഞ്ചുരുളി, രക്തപഞ്ചുരുളി, കല്ലൂട്ടി പഞ്ചുരുളി, അങ്കാന പഞ്ചുരുളി എന്നിങ്ങനെ നിരവധി പേരുകളിൽ പഞ്ചുരുളി ആരാധിക്കപ്പെടുന്നു. ദൈവത്തിന്റെ പ്രതിരൂപങ്ങളെയാണ് ദൈവകോലമെന്നും ഭൂതകോലമെന്നും ഭൂതനേമി എന്നുമൊക്കെ അറിയപ്പെടുന്നത്. ഒരു സമൂഹത്തിലെ പ്രത്യേക വിഭാഗക്കാരാണ് ഭൂതക്കോലം കെട്ടിയാടുന്നത്. പരമ്പരാഗതമായി അവർ ദൈവക്കോലങ്ങൾ കെട്ടുന്നവരായിരിക്കും എന്നതും ഒരു പ്രത്യേകതയാണ്. സംഗീതം, നൃത്തം, പാരായണം, വിപുലവും വ്യത്യസ്തവുമായ വസ്ത്രധാരണ രീതി എന്നിവയാണ് ഭൂതക്കോലത്തിന്റെ അനുഷ്ഠാന പ്രകടനങ്ങൾ അഥവാ പ്രത്യേകതകൾ. ദൈവങ്ങളുടെ പരിവേഷമണിഞ്ഞു വരുന്നവർ സ്വയം മറന്ന് ആ പ്രത്യേക ദൈവമായി മാറുന്ന കാഴ്ചയാണ് ദൈവാരാധനയിൽ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണമായി പഞ്ചുരുളിയായോ ഗുളികയായോ വേഷമിടുന്ന ആൾ പതിയെ സ്വബോധം മറന്ന് പഞ്ചുരുളിയായും ഗുളികയായും മാറും. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലത്ത് സമൂഹത്തിൽ ഒതുക്കി വെച്ചിരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ദൈവക്കോലങ്ങൾ കെട്ടിയാടിയിരുന്നത്. സ്വയം മറന്ന് അതത് ദൈവമാകുന്ന ഇവരുടെ വാക്കാണ് ആ പ്രദേശത്തിന്റെ അവസാന തീരുമാനം. ജാതി വ്യവസ്ഥയുടെ കെട്ടുപാടുകളെയെല്ലാം കീഴ്മേൽ മറിക്കുന്ന ഒരു ആചാരം കൂടിയാണിത്. കാരണം ദൈവം കുടിയേറിയ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളിനു മുന്നിൽ ഉയർന്ന ജാതിക്കാർ, അത് രാജാവായാൽ പോലും ഭയഭക്തിയോടെ നിൽക്കുന്ന ദിവസമാണത്. ഏതു തീരാത്ത പ്രശ്നത്തിനും ദൈവം കൽപ്പിക്കുന്ന തീരുമാനമാണ് അവസാന വാക്ക്. ഭൂതക്കോലം കെട്ടിയാടുന്ന ആളിലേക്ക് ദൈവം ആവാഹിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഭാവി പ്രവചിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ശാന്തഭാവത്തിൽ ആരംഭിച്ച് രൗദ്രഭാവത്തിലേക്ക് എത്തുന്ന പഞ്ചുരുളി പോലെയുള്ള ദൈവങ്ങൾ ഭക്തരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും വാത്സല്യത്തോടെ അനുഗ്രഹം നൽകുകയും ചെയ്യും. വീണ്ടും അടുത്ത വർഷം എത്താമെന്ന വാക്കോടെ മുടിയഴിക്കുകയാണ് പതിവ്. ഇതാണ് സാധാരണയായി ദൈവാരാധനയിലെ നൃത്തരീതി.
അതിർത്തി കാക്കുന്ന ഗ്രാമദേവതകളെയും കുലദൈവത്തെയും പൂർവികരെയും ഒക്കെ ആരാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രാദേശികമായ ആചാരങ്ങളുടെ ഒരു ഭാഗമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവരവരുടെ കുലദൈവത്തെ ആരാധിക്കുന്ന ചടങ്ങുണ്ട്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസം വരുമെന്ന് മാത്രം. കല്ലിനെയും മരത്തിനെയും പുഴയെയും ആരാധിക്കുന്നതിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.